ഗർഭധാരണവും ഈറ്റുനോവും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകം മുഴുവൻ സന്തോഷവും സമാധാനവും മാത്രം പ്രദാനം ചെയ്യുന്ന വലിയൊരു പെരുന്നാളാണ് ക്രിസ്മസ്. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം കരകവിഞ്ഞൊഴുകി ഈ ഭൂമിയിൽ പരിവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് ക്രിസ്മസ്. 2024 വർഷങ്ങൾക്കപ്പുറം മാലാഖമാരുടെ ഹല്ലേലൂയ അകമ്പടിയോടെ ദൈവപിതാവിൻ്റെ വാഗ്ദത്ത സാക്ഷാത്കാരമായി ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ക്രിസ്മസ് നമ്മിൽ സംഭവിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ക്രിസ്തുവിനെ നമ്മിൽ ഗർഭം ധരിക്കണം. ക്രിസ്തു നമ്മിൽ ഉരുവാകണം. വിശുദ്ധ മറിയമിനെ പോലെ മനുഷ്യ ഹൃദയങ്ങളിൽ യേശുവിന് ജന്മം നൽകണമെങ്കിൽ അവർ കടന്നുപോയ അഥവാ ഒരു ഗർഭിണി കടന്നുപോകുന്ന ഗർഭകാല അനുഭവങ്ങളെ നാം മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു സ്ത്രീ തൻ്റെ ഉള്ളിൽ പുതിയ ജീവൻ്റെ തുടിപ്പ് മനസ്സിലാക്കുന്നത്? അവൾക്ക് ഓക്കാനം വരുന്നു, അവൾ ഛർദ്ദിക്കുന്നു. ഇന്നലെ വരെ ഇഷ്ടമുണ്ടായിരുന്ന പലതും ഇന്ന് അവളെ മടുപ്പിക്കുന്നു. ചിലത് കാണുമ്പോൾ, ചിലത് കഴിക്കുമ്പോൾ, ചിലതിന് മണം കിട്ടുമ്പോൾ തന്നെ അവൾക്ക് മനം പുരട്ടലുണ്ടാകുന്നു. ഒപ്പം ഇന്നലെ വരെ വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്നവയോട് പുതിയ താല്പര്യവും രുചിയും കൗതുകവും ഉണ്ടാകുന്നു. ക്രിസ്തു നമ്മളിൽ രൂപപ്പെടുമ്പോഴും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഒരു തകിടം മറിച്ച് സംഭവിക്കും. പഴയ കൂട്ടുകെട്ട്, മദ്യപാനം, ലഹരി ഉപയോഗം, തല്ലുകുളിത്തരം അവയോട് മടുപ്പും മനം പുരട്ടലുമായി മാറുന്നു. ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും പോകാതിരുന്ന വ്യക്തി, പ്രാർത്ഥനയിൽ നിന്ന് അകന്നിരുന്നവൻ ഇപ്പോൾ കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ആരാധനയിലും കൂട്ടായ്മയിലും ആത്മീയ മാധുര്യം കണ്ടെത്തുന്നു. മാനസാന്തരം സംഭവിക്കുന്നു. തിരുവചനം ക്രിസ്തുവിനെ അവൻ്റെ ഉള്ളിൽ ഉരുവാക്കി. പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ ദൈവാത്മാവ് അവന് പ്രേരണയും ശക്തിയും നൽകി. രണ്ടാമതായി, ഗർഭിണിയായ ഒരു സ്ത്രീ ചില തിരിച്ചറിവുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. തനിക്ക് ശരിയായിരുന്ന പല കാര്യങ്ങളിലും കുഞ്ഞിന് ഉചിതമല്ലെന്നും ഒരുപക്ഷെ അപകടകരമാണെന്നുമുള്ള തിരിച്ചറിവ്. ക്രിസ്തുവിനെ ഗർഭം ധരിക്കുന്ന, ക്രിസ്തു ഉള്ളിൽ വളരുന്ന, ക്രിസ്തു ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ വിശ്വാസിയും ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് കടന്നു വരണം. സാമൂഹികമായ എല്ലാ ശരിയും തൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ ബലപ്പെടുത്തുന്നവ ആയിക്കൊള്ളണമെന്നില്ല. സംസാരം, ചിന്ത, പ്രവൃത്തി എല്ലാം ഉള്ളിലുള്ള ക്രിസ്തുവിനെ വീണ്ടും കുരിശിലേറ്റുന്നത് ആകരുത്. അവനെ പ്രസാദിപ്പിക്കുന്നവയാകണം. പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. എഫെസ്യർ 4:30. മൂന്നാമതായി, കുഞ്ഞിനു വേണ്ടി അമ്മ തൻ്റെ വൈകാരിക ലോകം പോലും ക്രമപ്പെടുത്തുന്നുണ്ട്. അമ്മയുടെ സന്തോഷങ്ങൾ കുഞ്ഞിൻ്റെ സന്തോഷങ്ങളാണ്. അമ്മയുടെ ദുഃഖങ്ങൾ കുഞ്ഞിൻ്റെ ദുഃഖങ്ങളാണ്. അമ്മ ചിന്തിക്കുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കുഞ്ഞിനെയും ബാധിക്കുന്നവയാണ്. ഗർഭിണിയായിരുന്ന കന്യകമറിയാമിൻ്റെ അഭിവാദന സ്വരത്തിൽ എലിസബത്തിൻ്റെ ഉള്ളിൽ ശിശു കുതിച്ചു ചാടിയത് ഓർക്കുന്നില്ലേ? ഇത് ഗർഭകാലത്തെ ഏറ്റവും ഹൃദ്യമായ അനുഭവമെന്നാണ് സ്ത്രീകൾ പറയുന്നത്. ഗർഭത്തിലെ കുഞ്ഞിൻ്റെ സന്തോഷ അനുഭവമാണ് ഈ പ്രതികരണം. ഒടുവിൽ ഈറ്റുനോവെന്ന സഹനത്തിലൂടെ മാത്രമേ ക്രിസ്തുവിന് ഭൂമിയിൽ ജന്മം കൊടുക്കുവാൻ നമുക്ക് കഴിയൂ. ഒരു സ്ത്രീയുടെ ഗർഭകാലത്തെ സഹനങ്ങൾ ശാരീരികമാണെങ്കിൽ ക്രിസ്തുവിന് ജന്മം കൊടുക്കുന്നത് പ്രധാനമായും ആത്മീയ സഹനമാണ്. ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നത് രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ. യോഹന്നാൻ 1:13. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പിയർ 1:29. ആകിയാൽ ഈ വർഷത്തെ ക്രിസ്തുമസ് ഇങ്ങനെയായിരിക്കട്ടെ: ക്രിസ്തുവിനെ ഗർഭം ധരിക്കുക, ക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകുക. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ക്രിസ്മസ് ആക്കി തീർക്കുവാൻ, കുടുംബത്തിൽ എന്നും ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും നിറയുവാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ആകയാൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അത്യുന്നതങ്ങളിലെ സ്വർഗീയ ദൂതന്മാരോടൊരുമിച്ച് നമുക്കും പാടാം. എല്ലാ മംഗളാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.